കരുനാഗപ്പള്ളിയിലെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഗുണ്ടാ സംഘത്തിന്റെ കുടിപ്പക. സന്തോഷിനെ കൊലപ്പെടുത്താൻ വയനകം സംഘം പദ്ധതിയിട്ടിരുന്നുവെന്ന് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തുടങ്ങുന്നത് 5 വർഷം മുൻപ്. ജിം സന്തോഷ് എന്ന സന്തോഷ് കരുനാഗപ്പള്ളി അടക്കി ഭരിക്കുന്ന കാലം. കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ സന്തോഷ് എന്ന പേര് മാത്രം കേൾക്കുന്ന സമയത്താണ് വയനകം സംഘത്തിന്റെ കടന്നുവരവ്. എന്തിനും പോന്ന യുവാക്കളുടെ അക്രമി സംഘം എന്ന വിളിപ്പേര് വളരെ വേഗം വയനകം സംഘത്തിന് ലഭിച്ചു. ഇതിനിടയിലാണ് സന്തോഷുമായി വയനകം സംഘം ഏറ്റുമുട്ടുന്നത്. 2020 സന്തോഷിനെ വീട്ടിൽ കയറി പങ്കജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 9 മാസം വിശ്രമത്തിന് ശേഷം പുറത്തിറങ്ങിയ സന്തോഷ് വയനകം സംഘത്തിന് മറുപടി കൊടുത്തു. ഇതിനിടയിൽ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി സംഘത്തിലെ അനീർ പങ്കജിന്റെ വീട് കത്തിച്ചു. 2024 നവംബറിൽ പങ്കജിനെ സന്തോഷ് കരുനാഗപ്പള്ളിയിൽ വെച്ച് കുത്തി. ഇതിനു പിന്നാലെയാണ് കൊലപാതകം. കരുനാഗപ്പള്ളി ഓച്ചിറ വള്ളിക്കുന്നം ഭാഗത്തെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവെങ്കിലും ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് ഇതാദ്യം. അരുൺരാജ്, 24 കൊല്ലം.